ഇന്നലെ വരെ പാറി നടന്നിരുന്ന സ്കൂൾ മുറ്റത്ത് ചേതനയേറ്റവൻ വന്നപ്പോൾ നാടാകെ കണ്ണുനീർ തടാകമായി. രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ പുഷ്പചക്രങ്ങളും ചങ്ങാതിമാരുടെ പൂക്കളവും കൊണ്ട് അവിടം ആദരവിൻ്റെയും സങ്കടത്തിൻ്റെയും ശോകഭൂമിയായി. ഇടിഞ്ഞു പൊളിഞ്ഞ് ടാർപോളിൻ വലിച്ചു കിട്ടിയ വീട്ടിലും നിന്ന് തിരിയാൻ ഇടമില്ലാത്ത വിധം ജനമായിരുന്നു. കൂട്ടുകാരൻ്റെ ചെരുപ്പെടുക്കുവാൻ വേണ്ടി സ്കൂൾ മേൽക്കൂരയിൽ കയറിയപ്പോഴാണ് അനാസ്ഥ കൂട്ടിക്കെട്ടിയ ആ പ്രഹരകമ്പി അവൻ്റെ ജീവനിൽ കയറി പിടിച്ചത്. ആരേലും മരിക്കട്ടെ എന്നിട്ടാവാം തൻ്റെ കർത്തവ്യം എന്ന് തീരുമാനിച്ച് നടക്കുന്ന നമ്മുടെ സിസ്റ്റം പഴിചാരി കൈയൊഴിഞ്ഞു. കടം മാറാൻ കടൽ കടന്ന അമ്മ തിരിച്ചെത്തുമ്പോൾ കാണുന്നത് വീടിൻ്റെ മുറ്റത്ത് വലിച്ചു കെട്ടിയ നീലപ്പന്തലിന് താഴെ ചില്ലുപേടകത്തിൽ നിത്യനിദ്രയിലുറങ്ങുന്ന മകനെ. നീ പറഞ്ഞ വാച്ചും വാങ്ങി വരാനിരുന്നതല്ലേ മോനെ ഞാൻ. ആ മുഖത്തു നോക്കി അമ്മയുടെ നിലവിളി. പണ്ടാരോ പറഞ്ഞതുപോലെ പുറത്തിറങ്ങിയാൽ നായ കടിക്കും, റോഡിലിറങ്ങിയാൽ കുഴിയിൽ വീണു മരിക്കും, ആശുപത്രിയിൽ പോയാൽ മേൽക്കൂര പൊളിഞ്ഞു മരിക്കും, വീട്ടിൽ തന്നെ ഇരുന്നാലോ പട്ടിണി കിടന്നും.